നെഗറ്റീവ് റോൾസും പോസിറ്റീവ് റോൾസും ഇപ്പോൾ രണ്ടും ചെയ്തിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണ് നെഗറ്റീവ് റോൾസിന് എന്തെങ്കിലും പ്രിപ്പറേഷൻസ് അങ്ങനെ കൂടുതലായിട്ട് ചെയ്യുന്നുണ്ടോ? ഞാൻ വിശ്വസിക്കുന്നത്, അത് പറഞ്ഞാൽ ചിലപ്പോൾ അഹങ്കാരമായി പോകും, എല്ലാ ക്യാരക്ടേഴ്സും നമ്മളിൽ തന്നെ ഉണ്ടാവും. ഒരിക്കലും ഞാനൊരു നല്ല മനുഷ്യനാണ് അല്ലെങ്കിൽ ഞാനൊരു ചീത്ത മനുഷ്യനാണെന്നുള്ള ഒരു കാറ്റഗറിയിൽ ആരും പെടുന്നില്ല. നമ്മളെല്ലാവരും സാഹചര്യത്തിനനുസരിച്ച് തീരുമാനങ്ങൾ എടുക്കുന്നവരായിരിക്കും. പിന്നെ ഈ ഒരിക്കലും ഒരു നെഗറ്റീവ് പോസിറ്റീവ് ഒരു ക്യാരക്ടർ സെലക്ഷൻ ബോധപൂർവമല്ല. എൻ്റെ ഒരു സിനിമയിൽ ഞാൻ കേൾക്കുന്ന ഒരു സ്ക്രിപ്റ്റിൽ ആ ക്യാരക്ടറിന് നല്ല ഇമ്പോർട്ടൻസ് ഉണ്ട്. ഒരു ആക്ടർ എന്ന നിലയിൽ എനിക്ക് പെർഫോം ചെയ്യാൻ സ്പേസ് ഉണ്ടെങ്കിൽ ഞാനത് ചെയ്യും. അതൊരിക്കലും എനിക്കൊരു ഹീറോ തന്നെ ചെയ്യണം. കാര്യം ഇവന് പണി അറിയാം എന്ന് കാണുന്നവർക്ക് തോന്നണം, അത്ര എനിക്കുള്ളൂ. കൊമേഡിയൻ ആയിട്ടാണെങ്കിലോ, ഒരു ആക്ടറിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ചാലഞ്ചിങ് കോമഡിയാണ്. കോമഡി ചെയ്യാന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് മലയാളികൾ, നമ്മൾ ഏറ്റവും തന്നെ എനിക്ക് തോന്നുന്നു ലോകത്തിലെ ഏറ്റവും സ്പോണ്ടേനിയസ് ആയിട്ട് കോമഡി പറയുന്ന ആൾക്കാരാണ് മലയാളികൾ. ഈ മലയാളികളെ ചിരിപ്പിക്കണമെങ്കിൽ അത് ശരിക്കും ഒരു വെല്ലുവിളിയാണ്. അപ്പോൾ ഒരു ആക്ടർ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം കോമഡി ചെയ്യാന്നുള്ളത്. എങ്ങനെയാ ക്യാരക്ടർ? കൊമേഡിയൻ ആണോ, കുറച്ച് റിസർവ്ഡ് ആണോ, ഫ്രണ്ട്ലി ആണോ? ജനറലി ആസിഫ് എന്ന് പറയുമ്പോൾ ആസിഫ് എങ്ങനെ ആസിഫിനെ റേറ്റ് ചെയ്യുന്നത്? റേറ്റിംഗ് എനിക്കറിയില്ല, പക്ഷേ ഞാനൊരു ഭയങ്കര മൂഡ് ഫ്ലക്ച്വേഷൻസ് ഉള്ള ഒരാളാണ്. ചെറിയ വട്ടുണ്ടെന്ന് എൻ്റെ ഫ്രണ്ട്സൊക്കെ എന്നോട് പറയാറുണ്ട്. അപ്പോൾ ഫാൻസ് ഒക്കെ എങ്ങനെയാ? ലേഡീസ് ഫീമെയിൽസ് ഒക്കെ എങ്ങനെയായിരിക്കും അപ്രോച്ച് ചെയ്യുന്നത്? ഏത് രീതി? ഫാൻസ് എന്ന് പറയാൻ അങ്ങനെ ഒരു ഭീകര ഫാൻ ഫോളോയിങ് ഒന്നും എനിക്കില്ല, എന്നാലും ഇഷ്ടമുള്ള ആൾക്കാരുണ്ട്. പിന്നെ ഒരു വലിയ പ്രശ്നം എന്നെ ഫോണിൽ കിട്ടില്ല എന്നുള്ളതാണ്. ഇപ്പോൾ ഇൻഡസ്ട്രിയിലാണെങ്കിലും എന്നെ ഇഷ്ടം കൊണ്ട് വിളിക്കുന്നവരാണെങ്കിലും എന്നെ ഫോണിൽ കിട്ടാറില്ല. ഞാൻ ഫോൺ ഉപയോഗം എടുക്കാറില്ല. ഇല്ല, ഞാൻ ഫോൺ കൊണ്ട് നടക്കാറെന്ന് പറഞ്ഞാൽ എൻ്റെ കയ്യിലുണ്ടാവും, പക്ഷേ ഒരു കോള് ഞാൻ അറ്റൻഡ് ചെയ്യുന്നത് വളരെ കുറവായിരിക്കും. അതാണ് ഞാനിപ്പോൾ കേൾക്കുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം. ഡ്രീം റോൾ ഏതാ? ഞാനിപ്പോൾ എൻ്റെ 10ാമത്തെ സിനിമ ആയിട്ടുള്ളൂ. അതിൻ്റെ അകത്ത് 10 വർഷം ഞാൻ ചോദിച്ചു, 10 വർഷവും ആക്ടിങ് തന്നെ ആയിരിക്കും. അപ്പോൾ ഏതെങ്കിലും ഒരു ഡ്രീം റോൾ ഉണ്ടാവുമല്ലോ. അല്ല, ഞാൻ പറഞ്ഞില്ല, ഇനി വളരെ ലിമിറ്റഡ് ആയിട്ട് അല്ല, ഒരു 10 ക്യാരക്ടേഴ്സ് ഞാൻ ചെയ്തിട്ടുള്ളൂ. ഇനി എനിക്ക് ചെയ്യാൻ ഒരുപാട് കിടക്കുന്നുണ്ട്. അതിലൊരു ഡ്രീം ക്യാരക്ടർ എന്നൊന്നും പറയാനില്ല, എല്ലാം എനിക്ക് ചെയ്യണം. റോൾ മോഡൽ എന്ന് പറയാൻ പറ്റില്ല. എന്നെ ഒരുപാട് ഇൻസ്പയർ ചെയ്ത ഒരാൾ കമൽഹാസനാണ്. കമൽ സാറിൻ്റെ ഒരു സിനിമയോടുള്ളൊരു പാഷനും ആക്ടിങ്ങിനോടുള്ളൊരു ക്രേസും ഒക്കെ എന്നെ ഒരു പക്ഷേ ഞാൻ സിനിമയിലേക്ക് വരാൻ ഒരു പരിധിയിൽ കൂടുതൽ കാരണമായിരിക്കുന്ന അദ്ദേഹമാണ്. ഇൻഡസ്ട്രിയിലുള്ള ഫ്രണ്ട്സിനെയൊക്കെ എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്നത്? ഇൻഡസ്ട്രിയിൽ കുറേ നല്ല ഫോൺ വിളിക്കുന്നില്ല, സംസാരിക്കാറില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എങ്ങനെ കോൺടാക്ട്സ് ഒക്കെ എങ്ങനെയാണ്? എങ്ങനെയെങ്കിലുമൊക്കെ അങ്ങ് പോവും. ഇപ്പം എനിക്കിപ്പോൾ ഇൻഡസ്ട്രിയിൽ എനിക്ക് ഏറ്റവും ഞാനൊരു കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു ഒരാളെന്ന് പറഞ്ഞാൽ ചാക്കോച്ചനാണ്. അപ്പോൾ ഒരുപാട് ഉപദേശങ്ങൾ തന്നില്ലെങ്കിലും വളരെ ആവശ്യമുള്ള ഉപദേശങ്ങൾ തരുന്ന ഒരാളാണ് ചാക്കോച്ചൻ. ഒരു പുതിയ ആൾ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ളത് എനിക്ക് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ലാൽ സാറും ഞങ്ങളിപ്പോൾ സോൾട്ട് ആൻഡ് പെപ്പർ ചെയ്തു. സാറും എന്നോട് ഒരുപാട് കാര്യങ്ങൾ സിനിമ എൻ്റെ അഭിനയത്തിനെ പറ്റിയാണെങ്കിലും എൻ്റെ പേഴ്സണൽ തീരുമാനങ്ങളെ പറ്റിയാണെങ്കിലും സാർ ഒരുപാട് കാര്യങ്ങൾ പറയാറുണ്ട്. അങ്ങനെ ഒരുപാട്. ഇപ്പോൾ സിബി സാർ എന്ന് പറഞ്ഞാൽ ഞാൻ പറയുന്നത് എൻ്റെ പാരൻസ് എന്നാണ് പറയുക, സിബി സാറിൻ്റെയും വൈഫിനെ. കാര്യം എനിക്ക് എന്ത് ഡെസിഷൻ എടുക്കണമെങ്കിലും എനിക്ക് അവരെ വിളിച്ചു ചോദിക്കാം. എൻ്റെ ഒരു ഏറ്റവും വലിയ വെൽവിഷറാണ് സിബി സാർ. അപ്പോൾ ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള ഡയറക്ടർ? അതും തീർച്ചയായിട്ടും സിബി സാർ തന്നെയാണ്. ഞങ്ങൾ ഇപ്പം സാറിൻ്റെ കൂടെ ഒരു സിനിമയും കൂടെ ചെയ്യാനുള്ള ഒരു ഡിസ്കഷൻസ് നടക്കുന്നുണ്ട്. കാര്യം എനിക്ക് ഏറ്റവും കൂടുതൽ ഫ്രീഡം തന്നിട്ടുള്ള ഒരു ഡയറക്ടറും സാറാണ്. ഫിലിം ഫീൽഡിൽ പറ്റിയ അബദ്ധങ്ങൾ എന്തൊക്കെയാണ്? കുറെ വട്ടാന്നൊക്കെ പറഞ്ഞു, അപ്പോൾ കുറെ വട്ടങ്ങളൊക്കെ നടന്നിട്ടുണ്ടാവണല്ലോ. അബദ്ധങ്ങൾ എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു വലിയ പ്രശ്നം, എനിക്ക് ആർട്ടിസ്റ്റിന്, നമ്മൾ ടി വിയിലല്ലേ സിനിമയെ കണ്ടിട്ടുള്ള ആർട്ടിസ്റ്റിനെ അല്ലാണ്ട് എനിക്ക് ഇതിൻ്റെ പുറകിൽ ടെക്നീഷ്യൻസിനെയോ പകുതിയിൽ കൂടുതൽ സംവിധായകരോ എനിക്ക് കണ്ടാൽ അറിയില്ല. നമ്മൾ ഇവരൊന്നും ടി വിയിൽ കാണാറില്ലല്ലോ. കാര്യം ഞാൻ തികച്ചും പുതിയൊരാളാണ്, എനിക്കൊരു സിനിമ ബാക്ക്ഗ്രൗണ്ട് ഇല്ല. അപ്പോൾ ഇവരെയൊക്കെ എനിക്ക് അറിയാവുന്ന, അപ്പോൾ പലരും വന്ന് സെറ്റിൽ, ഇപ്പോൾ സിബി സാർ അല്ലെ സത്യൻ സാറ്, ശ്യാം സാറിനെ പോലെയുള്ള ഒരാൾ സിനിമ ചെയ്യുമ്പോൾ ഒരുപാട് ടെക്നീഷ്യൻസ്, ഒരുപാട് ഡയറക്ടേഴ്സ് അവർ ഫ്രണ്ട്ലി ടോക്കിന് വേണ്ടിയിട്ട് ചിലപ്പോൾ സെറ്റിൽ വരും. അപ്പോൾ ഇവരെയൊക്കെ കണ്ടിട്ട് സാർ ഇങ്ങനെ ആസിഫിന് ഇതാരാന്ന് മനസ്സിലായില്ലേ എന്ന് ചോദിക്കുമ്പോൾ ഞാനിങ്ങനെ ഇതൊക്കെ പറഞ്ഞ് ഞാനിങ്ങനെ തപ്പു. അപ്പോൾ അതൊരു വലിയ പ്രശ്നമാണോ? അങ്ങനെ ഒരുപാട് പേര് എൻ്റെ അടുത്ത് മനസ്സിലായോ എന്ന് ചോദിച്ചിട്ട് ഞാൻ ഇല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ തിരിച്ചെന്തായിരിക്കും അവർ പറയണത്? അല്ല, ഞാൻ ഇവരോട് പറയും എനിക്ക് അറിയില്ല. കാര്യം ഞാൻ ഇതിനു മുന്നേ ഒരു മാക്സിമം വന്നിട്ടുണ്ടെങ്കിൽ ഒരു അവാർഡ് ഫംഗ്ഷൻ അങ്ങനെ എന്തെങ്കിലും ഒരു ഇതിന് വരുമ്പോൾ ഞാൻ ഗാലറിയിൽ എവിടെയെങ്കിലും ഇരുന്ന് കണ്ടിട്ടുണ്ടെന്നല്ല, ഞാനൊരു ഷൂട്ടിങ് പോലും നേരിട്ട് കണ്ടിട്ടുണ്ട്. കൂടുതൽ പോകണം എന്ന് ആഗ്രഹിക്കുന്ന സ്ഥലം എന്ന് വെച്ചാൽ, ഞാൻ പ്ലേസ് അല്ല ചോദിക്കുന്നത്, എന്തെങ്കിലും ഒരു ഇത് കാണണം എന്നും പറഞ്ഞ് ഉണ്ടാവും തോന്നില്ല? എനിക്ക് ഈജിപ്തിൽ പോകണം. പിരമിഡ്സ് എനിക്ക് ഭയങ്കര
ഒരു ചെറിയ വട്ടുണ്ട് എനിക്ക് അതിൻ്റെ. വട്ട് വേറെ എന്തൊക്കെയുണ്ട് വട്ടുകൾ? ഇതൊക്കെ തന്നെ, ഈ വണ്ടി ഓടിച്ച് ഹൈദരാബാദ് വരെ പോവുക എന്ന് പറഞ്ഞാൽ തന്നെ അതൊരു വലിയ വട്ടാണ്. അല്ല, ഹൈദരാബാദിൽ മാത്രമേ പോയിട്ടുള്ളൂ, ഇനിയും പോവാൻ? അല്ല, ഞാൻ ഓൾമോസ്റ്റ് ഒരുമാതിരി എല്ലാ സ്ഥലം, എനിക്ക് സ്നോഫോൾ കാണണമെന്നുണ്ട്. ഞാൻ ഇതുവരെ സ്നോഫോൾ കണ്ടിട്ടില്ല. അപ്പോൾ ഈ സെറ്റിൽ ഫേസ് ചെയ്ത ഡിഫിക്കൽട്ടീസ് എന്തൊക്കെയാ? ഫസ്റ്റ് അല്ല, ഞാൻ ഇതുവരെ ഉണ്ടായ സെറ്റിൽ ഫേസ് ചെയ്തു. സെറ്റിൽ ഞാൻ ഫേസ് ചെയ്യുന്ന ഒരു ഡിഫിക്കൽട്ടി എന്ന് പറഞ്ഞാൽ, ഒരു ആക്ടർ എന്ന് പറയുമ്പോൾ ഒരു എന്താ പറയുക, ഒരു ഫ്രെയിം വർക്കിൻ്റെ അകത്ത്, ഒരു ഫ്രെയിമിൻ്റെ അകത്താണ് ആക്ടർ എപ്പോഴും. ഇയാൾ നടക്കുന്ന രീതി, ഇയാൾ ആളുകളോട് മിങ്കിൾ ചെയ്യുന്ന രീതി, ഇതിനെല്ലാം ഇവിടെ ഓൾറെഡി ഒരു എന്താ പറയുക, ഒരു ഫ്രെയിം വർക്ക് ഉണ്ട്. ഇതിൻ്റെ അകത്ത് നിന്ന് നമുക്ക് സംസാരിക്കാൻ പറ്റും. ഒരിക്കലും ഒരു സാധാരണക്കാരനായിട്ട് എടാ പോടാ വാടാ എന്നൊക്കെ പറഞ്ഞ് ഒച്ച ഉണ്ടാക്കി നടന്നാൽ ഒരു വില കിട്ടില്ല എന്നുള്ള ഒരു പ്രശ്നം ഇപ്പോൾ എനിക്കെന്തോ ഫീൽ ചെയ്തിട്ടുണ്ട്. അതാണ് ഞാൻ ഫേസ് ചെയ്യുന്നത്. കാര്യം ഞാനെന്ന് പറഞ്ഞ ഒരു മനുഷ്യൻ, ആസിഫ് എന്ന് പറഞ്ഞ ആൾക്ക് ഒരു പരിധി കൂടുതൽ എയർ പിടിച്ച് നിൽക്കാൻ പറ്റില്ല. എന്നോട് സിബി സാർ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, നീ ഒരു ആർട്ടിസ്റ്റ് എന്നുള്ള രീതിയിൽ പെരുമാറുന്നതെന്ന് പറയും. അപ്പോൾ എനിക്ക് അങ്ങനെയുള്ള കുറച്ച് പ്രശ്നങ്ങൾ എനിക്ക് സിനിമയിൽ, കാര്യം എന്നോട് സംസാരിക്കുന്ന എല്ലാവരോടും ഞാൻ സംസാരിക്കുക, എല്ലാവരോടും കമ്പനി അടിക്കുക. എനിക്ക് ഒരിക്കലും ഇരിക്കാൻ കസേര വേണമെന്നില്ല, ഞാൻ നിലത്താണെങ്കിലും ഇരിക്കും. ഇപ്പോഴത്തെ ഒരു ഇത് ഇപ്പം ഭാവിയിൽ ഞാൻ മാറിക്കൂടാന്നില്ല. ഭാവിയിൽ നല്ല നല്ല ഫിലിംസ് ചെയ്യുമ്പോൾ മാറിക്കൂടാ എന്നാണ് ഉദ്ദേശിച്ചത്. ഞാനിപ്പോൾ ചെയ്തൊന്നും നല്ല സിനിമ അങ്ങനെയല്ല, ഇനിയും നല്ല നല്ല ഫിലിംസ്, അത് ഞാൻ പറഞ്ഞു നേരത്തെ, നല്ല ഫിലിംസ് തന്നെയാണ് ചെയ്തത്. അപ്പോൾ ഇനിയും വലിയ വലിയ ഫിലിംസ് ചെയ്ത് വലിയ വലിയ ഹീറോ ആയി കഴിയുമ്പോൾ ലെറ്റ്സ് സീ.